ഏതൊരു നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോണ്ടല്ലോ, അത് നല്ലൊരു തുടക്കത്തിൻ്റേതായിട്ടുള്ളൊരു ചവിട്ടുപടിയാണെന്ന് വിശ്വസിക്കണം. ഇത് ഞാൻ മോട്ടിവേഷൻ ടോക്ക് പറയുമല്ല കേട്ടോ, എനിക്കിഷ്ടമല്ല മോട്ടിവേഷൻ ടോക്ക് പറയുന്നത്. ഇതെൻ്റെ അനുഭവമാണ്, ജീവിതാനുഭവമാണ്. കാരണം ഞാൻ പണ്ടിങ്ങനെ മാതൃഭൂമി നോക്കുമ്പോഴേ അതിൽ പൗരവാർത്ത എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു. പൗരവാർത്തയിൽ എന്ന് വെച്ചാൽ നമുക്ക് ജേർണലിസ്റ്റുകളല്ലാത്തവർക്ക് എഴുതാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രൊഫഷണൽ ബ്ലേഡ് കമ്പനി തുടങ്ങിയിട്ട് തട്ടിപ്പ് നടത്തുകയും അതിനെ തുടർന്ന് മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പണം നഷ്ടപ്പെട്ട് ഒരാൾ ആത്മഹത്യയൊക്കെ ഉണ്ടായി. അത് വർഷങ്ങൾക്ക് മുന്നാണ്. ചാനൽസൊന്നും ഇങ്ങനെ സജീവമൊന്നുമല്ല. അപ്പം ഞാനൊരു ദിവസം, എനിക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണലായ കുറേ ട്രോമാസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നഗരം ചുറ്റാൻ ഇറങ്ങി ചില നേരം. ഈ ഒരു വാർത്ത, ഇങ്ങനൊരു സംഭവം സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ നേരെ മാതൃഭൂമി ഓഫീസിലോട്ട് കയറി ചെന്നു. അവിടെ വെച്ചൂച്ചിറ മതി സാറുണ്ടായിരുന്നു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വന്തം പേരിൽ എഴുതാണെങ്കിൽ അതാണ് പൗരവാർത്ത, എഴുതിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊഫഷണലുകളായ ക്രിമിനലുകൾ എന്നുള്ളൊരു തലക്കെട്ടോടുകൂടി ഇത് എഴുതി. ഇതിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ഇതിൻ്റെ പിറകെ ഞാൻ പോകാനുള്ള ഒരു പ്രധാന കാര്യം, അന്ന് എൻ്റെ ജീവിത പങ്കാളിയായിരുന്ന ആൾ അതിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും പോയി. അപ്പം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാം കൂടെ എനിക്കൊരു തരം വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ മാതൃഭൂമി ഓഫീസിൽ കയറി ചെല്ലുകയും വെച്ചിച്ചിരുന്ന സാറിനെ കാണുകയും ഒക്കെ ചെയ്തത്. സാർ പറഞ്ഞു, ധൈര്യമായിട്ട് എഴുതിക്കോ സ്വന്തം പേര് വെച്ച്. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് എല്ലാവരും കാണുന്നത്, എൻ്റെ വീട്ടുകാരും ഒക്കെ. തുടർന്ന് ഈ കക്ഷി എന്നെ നേരിട്ട് വന്നു, വെറുതെ വെക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആ പുള്ളിയുടെ വേറെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടി. അങ്ങനെ പുള്ളി അബ്സ്കോണ്ടിങ് ആണ്. അപ്പം അത് എൻ്റെ ലൈഫിലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ആ പങ്ക്തി നിർത്തലാക്കുന്ന ആ ഒരു കുറേ കഴിഞ്ഞപ്പോൾ നിർത്തലാക്കിയെന്ന് തോന്നുന്നു. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മധുസാറിനെ പോയി കാണും. എനിക്ക് ചില വാർത്തകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പേരിൽ കൊടുക്കും. അപ്പം ഇത് പറഞ്ഞത് വേറൊരു കാര്യങ്ങൾ പറയാനാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു, ഈ മിൻ ടീച്ചർ എന്നെ പഠിപ്പിച്ച അധ്യാപികയാണോ? മിൻ ടീച്ചറിനെ പറ്റി എപ്പോഴും എഴുതാറുണ്ട്, പറയാറുണ്ട്. മിൻ ടീച്ചർ എന്നെ പഠിപ്പിച്ച അധ്യാപികയല്ല. മിൻ ടീച്ചർ എൻ്റെ കൂടെ ജോലി ചെയ്ത വ്യക്തിയാണ്. ഞാൻ 7 വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള 7 വർഷത്തെക്കുറിച്ച് എഴുതാറുണ്ട്. സെയ്ദ് ഉപ്പിലിട്ട നെല്ലിക്കയും, അഷ്റഫ് കാക്കൻ്റെ കഞ്ഞിപ്പരിയും, അഷ്റഫ് കാക്കൻ്റെ ബീവി വയ്ക്കുന്ന നല്ല സാമ്പാറും, പിന്നെ അവിടുത്തെ കുറേ അധ്യാപികമാർ, സുലഭ ടീച്ചർ, സിമ്പിൾ അധ്യാപികയല്ല, ക്ലർക്കാണ്. പിന്നെ എക്സ്പ്രസ് പോലെ പായുന്ന ഫിസിക്സ് പഠിപ്പിക്കുന്ന സരിത ടീച്ചർ, അങ്ങനെ കുറേ പേര്, സുരേഷ് അണ്ണൻ. പിന്നെ സുരേഷ് അണ്ണനൊക്കെ കടന്നാണ് വരുന്നത്, പൊതിച്ചോറ് കൊണ്ടുവരുന്നത്, പൊതിച്ചോറ് കൊണ്ടുവരുന്ന സുരേഷ് അണ്ണൻ. പക്ഷെ ആ പൊതിച്ചോറ് മിക്കവാറും തിന്നുന്നത് ഞാനായിരിക്കും. പിന്നെ അവിടുത്തെ അറ്റൻഡേഴ്സായിട്ടുള്ള റഷീദ ചേച്ചി, അനിത ചേച്ചി, അങ്ങനെ എൻ്റെ 7 വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 7 വർഷങ്ങൾ. അപ്പോൾ മിൻ ടീച്ചർ അവിടുത്തെ അധ്യാപികയായിരുന്നു, അല്ലാതെ എന്നെ പഠിപ്പിച്ച ടീച്ചറല്ല. ടീച്ചറിന് ഈ എൻ്റെ ഇങ്ങനത്തെ നിലപാടുകളാണ് ടീച്ചർ പ്രോത്സാഹിപ്പിച്ചതും. ഞാൻ പിന്നെ 2013 ഒരു പുസ്തകം എഴുതുന്നത്. അപ്പം ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ, അന്ന് ഞാൻ ആ പങ്ക്തി എഴുതിയപ്പോൾ പിറ്റേ ദിവസമാണല്ലോ എല്ലാവരും എൻ്റെ വീട്ടിലും പങ്കാളിയും ഒക്കെ കാണുന്നത്. പിറ്റേ ദിവസം വാർത്ത വന്നപ്പോഴാണ്. പിന്നെ അദ്ദേഹം ആ പ്രൊഫഷണൽ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുകയും കൂടി ചെയ്തതോടുകൂടി ഞാൻ ഒറ്റപ്പെടും. അങ്ങനെയാണ് പ്രശ്നം വന്നാൽ ഞാൻ അവിടെ എല്ലായിടത്തും ഒറ്റപ്പെടും. അപ്പോൾ നമ്മൾ ഈ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ കോൺവെൻറ്റ് സ്കൂളിലൊക്കെ കൊണ്ട് ചേർക്കുമ്പോൾ, മാം പ്ലീസ് മൈ ഗോ ടു ദ ടോയ്ലറ്റ് എന്ന് പറയുമല്ലോ. എൻ്റെ വീട്ടിലും എന്നെ അങ്ങനെ ഒരു ലെവലിലാണ് വളർത്തിയത്. അപ്പം അമ്മ
പ്ലീസ് നൈ ഗോ ടു ദ ടോയ്ലറ്റ് എന്ന് മലയാളത്തിൽ പറയണം. അപ്പം ഞാൻ ഇപ്പം മലയാളത്തിൽ പറയാൻ പറ്റില്ലോ. അത്രയും അച്ചടക്കത്തിൽ വളർത്തിയൊരു കുട്ടിയിൽ നിന്നും ഇങ്ങനൊരു മാറ്റം ആർക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ ആ മാറ്റമാണ് ഒറ്റയപ്പോൾ എന്നെ നിലനിർത്തുന്നത്. അപ്പം ആ മിൻ ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറല്ല, സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറല്ല, പക്ഷേ എന്നെ ജീവിതം പഠിപ്പിച്ച ടീച്ചറാണ്. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ സ്നേഹത്തിൽ പൊതിഞ്ഞു നിർത്തിയ ഒരു വ്യക്തിയാണ്.